കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ റോസ് പാർക്കിലെ മീൻ വളർത്തുന്ന കുളത്തിനരികിൽ വരെ എത്തി നിൽക്കുകയായിരുന്നു. ഇനി നമ്മൾ ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോവുകയാണ്. ഇവിടെ 2 വലിയ എമു പക്ഷികൾ ആരെയോ പ്രതീക്ഷിച്ചു നിൽക്കുന്നു. കുറേയേറെ നാളായി ഈ നിൽപ്പ് തുടങ്ങിയിട്ട്. വരുന്നവരൊക്കെ ഇവരോട് അല്പം ചെങ്ങാത്തം കൂടാറുണ്ട്. ഈ മരത്തിന്റെ ചുവട്ടിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പൂവായ റഫ്ലേഷ്യ വിടർന്നങ്ങനെ നിൽക്കുകയാണ്. ഇതിന്റെ വിശേഷങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് വായിക്കാം. റോസ് പാർക്കിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ് ഈ ബോട്ട് ജെട്ടി. വാട്ടർ സൈക്ലിങ്ങും കയാക്കിങ്ങും ഒക്കെ ഇവിടെയാണ്. ആഴം കുറവായതിനാൽ അപകടരഹിതവുമാണ്. കുട്ടികൾക്കൊക്കെ ധൈര്യമായി കയറാം. ഇതിനോടൊപ്പം തന്നെ ആകാശത്തിലൂടെ ചിലർ പറന്നു നീങ്ങുന്നുണ്ട്. സ്കൈ സൈക്കിളും സിപ്പ് ലൈനും ഒക്കെ ഇതിനു മുകളിലൂടെയാണ് പോകുന്നത്. ഇത്ര മനോഹരമായ സ്ഥലത്തുകൂടി വെറുതെ നടക്കാൻ തന്നെ നല്ല രസമാണ്. ബോട്ട് ജെട്ടിക്കുള്ളിലൂടെ കടന്ന് വെള്ളത്തിനു നടുക്കുള്ള തുരുത്തിലേക്ക് പോകുവാനും പറ്റും. ഇതൊരു നാച്ചുറൽ ആംബിയൻസിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പാർക്കാണ്. ഇതിനകത്തെ മരങ്ങളും ചെടികളും എല്ലാം നമ്മൾ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ അതിനകത്ത് തന്നെയാണ് ഇതിനകത്ത് ഈ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. സാധാരണ ദിവസങ്ങളിൽ 500 മുതൽ വിശേഷ ദിവസങ്ങളിൽ ഏതാണ്ട് 2500-3000 പേര് വരെ കയറി ഇറങ്ങുന്നുണ്ട്. ഇത്രയും ഏരിയ ഉള്ളതുകൊണ്ട് എത്ര പേര് വന്നാലും ഇതിനൊരു പ്രത്യേക തിരക്ക് ഇതിനകത്ത് അനുഭവപ്പെടുന്നില്ല എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതുപോലെ പാർക്കിൻ്റെ എൻട്രി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. അവരവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലും ഇഷ്ടമുള്ള റൈഡുകളിലും ഒക്കെ കയറാൻ അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് വിട്ടിരിക്കുകയാണ്. അതായത് ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ അവർക്ക് ശരിക്കും അവരുടെ ഇഷ്ടാനുസരണം എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ റൈഡുകളും കുറേ ഫോട്ടോ പോയിന്റ്സുകളും ഒക്കെ ഇതിലുണ്ട്. ഇത് എല്ലാ ദിവസവും വളരെ വൃത്തിയായി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യം ഇതിൻ്റെ വൃത്തി, ഇതിൻ്റെ ക്ലീൻനെസ്സിന് തന്നെയാണ്. അതുപോലെ തന്നെയാണ് റൈഡുകളുടെ സേഫ്റ്റി. നമ്മുടെ അഡ്വഞ്ചർ റൈഡുകളൊക്കെ 100% സേഫ്റ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. നമ്മുടെ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളിൽ നിന്ന് ബെൽറ്റ് ഒക്കെ ഇട്ട് ഓരോന്നിനും അതിന് വേണ്ട ഡയറക്ഷൻസ് കൊടുത്താണ് നമ്മൾ ഈ ആക്ടിവിറ്റീസ് ഓരോന്നും ചെയ്യുന്നത്. മെയിൻലി അഡ്വഞ്ചർ റൈഡുകളായ സ്കൈ സൈക്കിള്, സിപ്പ് ലൈന്, മൾട്ടിവൈന്, ബർമ ബ്രിഡ്ജ്, അങ്ങനെയുള്ള ഐറ്റങ്ങൾ, അതുപോലെ തന്നെ ബഞ്ചി ട്രംപോളിന്, ഇങ്ങനെയുള്ള ഐറ്റങ്ങളിലൊക്കെ നമ്മുടെ ട്രെയിൻഡ് ഫാക്കൽറ്റീസാണ്, സ്റ്റാഫാണ് ഇതിനെ എല്ലാവർക്കും ഡയറക്ഷൻസ് കൊടുത്ത് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഈ പാർക്കിൽ പ്രത്യേകിച്ച് നമുക്ക് കുഞ്ഞുങ്ങൾക്ക്, അതായത് കൊച്ചുകുട്ടികൾക്ക് വേണ്ട കിഡ്സ് സോൺ സെപ്പറേറ്റ് ഒരു ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ സ്പൈസ് പ്ലാന്റേഷൻസ് ഉണ്ട്, സ്റ്റാർ ട്രീസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഗാർഡൻ ഉണ്ട്, ഒരു 100-ൽ പരം ഫോട്ടോ പോയിന്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് കൂടുതലും വെഡ്ഡിങ് ഷൂട്ടുകളും ഫിലിം ഷൂട്ടിങ്ങുകൾക്കും ഒക്കെ ആൾക്കാർ ഇപ്പോൾ ഈ ലൊക്കേഷൻ മെയിനായിട്ട് തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ്. ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വതന്ത്രമായിട്ട് കുറച്ച് നേരം ഫ്രീ എയർ ഒക്കെ ശ്വസിച്ച് നല്ല ശുദ്ധമായി ഇതുപോലെ ഒത്തിരി വിശ്രമിക്കാനുള്ള ഇടങ്ങൾ നമ്മൾ ഇതിനു വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിലൊരു ചെറിയ ബർത്ത്ഡേ ഫംഗ്ഷൻസോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ എന്തെങ്കിലും ഒരു കേക്കും ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഔട്ട്ഡോറിലിരുന്ന് ഫ്രീ ആയിട്ട് കേക്ക് കട്ട് ചെയ്യുന്നതിനും വളരെ എൻജോയ്മെൻറ്റ് മൂവ്മെൻറ്റ് വളരെ സർപ്രൈസിങ് ആയിട്ടും ഏറ്റവും നല്ല കളർഫുൾ ആക്കുന്നതിനുമുള്ള നല്ലൊരു കേന്ദ്രമാണ് തേക്കടി റോസ് പാർക്ക് എന്ന് പറയുന്നത്. പെഡൽ ബോട്ടിങ്ങിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന വേറെ ഒരു വലിയ തടാകമാണിത്. ഇതിന് നടുവിലുള്ള തുരുത്ത് ഒരു മൈതാനം തന്നെയാണ്. ഇതിനെ ചുറ്റി നമുക്ക് 2ഉം 4ഉം ഒക്കെ ആൾക്കാർക്കിരിക്കാവുന്ന ബോട്ടുകളിൽ സഞ്ചരിക്കാം.
ഇതാണ് ബോട്ട് ജെട്ടി. തോടിനു മുകളിലൂടെ വള്ളിപ്പടർപ്പുകളുള്ള കമാനങ്ങളും മനോഹരമായ മേൽപ്പാലങ്ങളുമുണ്ട്. ഇതിലേ കയറി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാം. യമുച്ചേട്ടന്മാർ കാവൽ നിൽക്കുന്ന മൈതാനമാവട്ടെ കുറെ കൂടി വലുതും അരികിൽ പടർന്നു വളരുന്ന അലങ്കാര വൃക്ഷങ്ങൾക്ക് താഴെ തണലോട് കൂടിയ നടപ്പാതകളും ഇരിപ്പിടങ്ങളുമൊക്കെ ഉള്ളതുമാണ്. ഇവിടെ ചിലർ കുതിരപ്പുറത്തും കുതിരവണ്ടിയിലുമൊക്കെയായി വിലസുകയാണ്. കുതിരകൾ മേയുന്ന ഭംഗിയുള്ള ലോണുകൾ, ധാരാളം മരങ്ങളും ചെടികളും. ഇവിടെ ഈ മരക്കുറ്റിയുടെ അടുത്ത് ഇങ്ങനെ ഒരാൾ നിൽക്കുന്നുണ്ട്. കാട്ടുപോത്താണെങ്കിലും ആളൊരു പാവമാണ്. ചെടികൾക്കും മരങ്ങൾക്കും ഇടയിലൂടെ വൃത്തിയും ഭംഗിയുമുള്ള ധാരാളം നടപ്പാതകൾ റോസ് പാർക്കിലുണ്ട്. എങ്ങോട്ട് നോക്കിയാലും മനോഹരമായ കാഴ്ചകൾ തന്നെയാണ്. പുല്ലുമേഞ്ഞ് പ്രകൃതിക്കിണങ്ങുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ധാരാളം വിശ്രമ കേന്ദ്രങ്ങൾ. ഈ ചേച്ചി ബർമ ബ്രിഡ്ജിൽ കയറി പതുക്കെ വരുന്നതേ ഉള്ളൂ. ചേട്ടൻ അങ്ങ് റങ്കൂണിലെത്തി. ഇതിനിടെ നല്ലൊരു മഴ പെയ്തു തോർന്നു. യമുചേട്ടന്മാർ അവിടെ തന്നെ ഉണ്ട്. അങ്ങകലെ ഒട്ടകത്തലമേട്ടിലേക്കാണ് അവർ നോക്കുന്നത്. ഒട്ടകപക്ഷിയുടെ വർഗ്ഗക്കാരാണല്ലോ. ഇവിടെ കുറെ ആൾക്കാർ ഓടിച്ചു തകർക്കുന്നു. ഇടിയോടിടിയാണ്. ചെറിയൊരു മൊട്ടക്കുന്നിൽ ഒരു ആനച്ചേട്ടൻ വിശ്രമിക്കുന്നു. കുട്ടികളൊക്കെ വന്ന് ഇങ്ങേരുടെ മുകളിൽ കയറിയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരങ്ങളായ ബർത്ത്ഡേ ഫങ്ഷൻസ് അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി, കല്യാണ എൻഗേജ്മെൻറ്റ്സ്, കല്യാണങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി വളരെ മനോഹരമായ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം തന്നെ ഞങ്ങളിവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പ്രൈവസി അനുസരിച്ച് നമുക്ക് സ്വന്തമായി നല്ലൊരു 250 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ളൊരു ഓപ്പൺ ഓഡിറ്റോറിയമാണിത്. ഇവിടെ തന്നെ ഫുഡ് കാര്യങ്ങൾ എല്ലാം ഇതിൻ്റെ കൂടെ ചെയ്യാം. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫങ്ഷൻസ്, മീറ്റിങ്ങുകളൊക്കെ ചെയ്യുന്നതിനുള്ള നല്ലൊരു സ്റ്റേജ് സംവിധാനങ്ങളൊക്കെ ഈ ഓഡിറ്റോറിയത്തിൽ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. മേച്ചിൽപ്പുല്ലും വാരിയും ഈറ്റ കൊണ്ടുള്ള പനമ്പുമൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഈ ഹാളിനരികിലൂടെയാണ് തോട് ഒഴുകുന്നത്. പുറത്തേക്കുള്ള കാഴ്ചകളും മനോഹരം. റോസ് പാർക്കിലെ റിസപ്ഷന്റെ തൊട്ടു പിന്നിലായി ടൈറ്റൻ ഏറം എന്ന ഭീമൻ പുഷ്പവും ഒരു വിൻഡ് മില്ലും കാണാം. ഇതിനുള്ളിലുള്ള കെട്ടിടങ്ങളെല്ലാം പ്രകൃതിക്കിണങ്ങിയ വിധത്തിലും പാർക്കിന്റെ സ്വാഭാവിക സൗന്ദര്യത്തിന് കോട്ടം വരാത്ത രീതിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. മഴ തോർന്ന് ചെറിയ വെയിലൊക്കെ വന്നതിനാൽ ആളുകൾ വീണ്ടും സജീവമായിരിക്കുന്നു. നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ജൂൺ മാസത്തിലാണ്. ജൂണിൽ ഇതിലും നല്ലൊരു കാലാവസ്ഥ പ്രതീക്ഷിക്കാനില്ല. മഴ തോർന്നതറിഞ്ഞ് ഏറുമാടത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നുണ്ട്. ആക്ടിവിറ്റീസും റൈഡുകളുമൊക്കെ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ ഒരു ചങ്ങാതി മൗഗ്ലിയായി പരാക്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
Don't push back. നമ്മുടെ ഈ പാർക്കിനോടൊപ്പം വളരെ രുചികരമായ ഭക്ഷണം വിളമ്പുന്ന ഒരു മൾട്ടി കസിൻ റെസ്റ്റോറൻറ്റും ഇതിനോടൊപ്പം പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഔട്ട്സൈഡ് ഫുഡുകൾ പാർക്കിനുള്ളിലേക്ക് അനുവദിക്കുന്നതല്ല. ഇതിൻ്റെ നീറ്റ്നെസ് ഒക്കെ നിലനിർത്തുന്നതിനും വരുന്നവർക്ക് വളരെ രുചികരമായ രീതിയിൽ നല്ല ഭക്ഷണം വളരെ മിതമായ നിരക്കിലും സെർവ് ചെയ്യുന്ന ഒരു നല്ല റെസ്റ്റോറൻ്റാണ് നമുക്ക് ഇതിനോടൊപ്പം ഉള്ളത്. ഈ റെസ്റ്റോറൻറ്റോട് ചേർന്ന് തന്നെ വരുന്ന എത്ര വലിയ ക്രൗഡാണേലും അവർക്കെല്ലാം യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ടോയ്ലറ്റ് ആൻഡ് വാഷ് ഏരിയ ഉണ്ടാവും. അതുപോലെ തന്നെ എത്ര വണ്ടികൾ വന്നാലും അതിനെല്ലാം പാർക്ക് ചെയ്യുന്നതിനുള്ള പാർക്കിംഗ് ഗ്രൗണ്ടും നമുക്ക് ഇതോടൊപ്പം ഉണ്ട്. നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഊണ്, ബിരിയാണി, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, അതുപോലെ ഇന്ത്യൻ, ചൈനീസ്, നോർത്ത് ഇന്ത്യൻ, നാടൻ ഭക്ഷണങ്ങൾ എല്ലാം ഏറ്റവും മിതമായ നിരക്കിൽ ഏറ്റവും രുചികരമായ രീതിയിൽ വളരെ ഗ്യാരൻറ്റിയോടുകൂടി തന്നെ നമുക്ക് വരുന്ന എല്ലാ ഗസ്റ്റും സെർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വരുന്ന ഗ്രൂപ്പുകൾക്കൊക്കെ ആണെങ്കിൽ ഒരേ സമയം ഏതാണ്ട് 150ഓളം പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റിയ റെസ്റ്റോറൻറ്റ് ഏരിയ നമുക്കുണ്ടാവും. അപ്പോൾ അവർ പറയുന്ന മെനു അനുസരിച്ചുള്ള ഏത് രീതിയിലുള്ള ഫുഡും അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അതുപോലെ തന്നെ ഈവനിങ് സമയങ്ങളിലാണെങ്കിൽ നമുക്ക് ഈ റെസ്റ്റോറൻറ്റ് ചേർന്ന് തന്നെ നമുക്ക് ഔട്ട്ഡോർ ക്യാമ്പ് ഫയർ, DJ വിത്ത് ക്യാമ്പ് ഫയർ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ സമയത്തുള്ള ഡിന്നറുകളും എല്ലാം അവരുടെ ആവശ്യാനുസരണം നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. സ്കൂളുകൾ, കോളേജുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, SHGകൾ ഇങ്ങനെ വരുന്ന ഗ്രൂപ്പ് ബുക്കിങ്ങിന് നമ്മൾ പ്രത്യേക സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. അവർക്ക് വേണ്ട ഫുഡ് ഉൾപ്പെടെ ഈവനിങ് ആണ് അവർ പോകുന്നെങ്കിൽ അവർക്ക് ക്യാമ്പ് ഫയറും ഡിന്നറും ഉൾപ്പെടെ A to Z ഒരു ദിവസം ഫുൾ എൻജോയ് ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മുടെ ഈ റോസ് പാർക്കിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. കള്ളിമുൾ ചെടികളുടെ ഒരു വിപുലമായ ശേഖരം റോസ് പാർക്കിലുണ്ട്. ഓഡിറ്റോറിയത്തിന് സമീപമുള്ള പോളി ഹൗസിലാണിത് സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ കള്ളിമുൾ ചെടികളുടെ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. വീഡിയോകൾ തുടർന്നും കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റുകൾ രേഖപ്പെടുത്തുക.